നിർബന്ധമായിട്ട് ഈ പോലീസുകാർക്കെതിരെ ആക്ഷൻ എടുക്കണം. ഇവർക്ക് കോമ്പൻസേഷൻ കൊടുക്കണം. അവർ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയെ കണ്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ മനുഷ്യാവകാശ കമ്മീഷനിലേക്ക് പോവുകയും അതിന് കോമ്പൻസേഷൻ ഈ കുട്ടികൾക്ക്, പ്രത്യേകിച്ച് 20 വയസ്സായ പയ്യന്, വയ്യാത്ത പയ്യന്, നിങ്ങൾ ഒരു നിമിഷത്തേക്ക് ആലോചിച്ച് നോക്കൂ, എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലും. 20 വയസ്സായ പയ്യനാണ്, വയ്യാത്ത പയ്യനാണ്. എനിക്ക് പറയാൻ തന്നെ മടിയാണ്. പക്ഷെ എന്തെങ്കിലും, പ്രത്യേകിച്ച് അവന്റെ അമ്മയെ കൂടെ കണ്ടിട്ട് വന്നിരിക്കുകയാണ്, കഷ്ടകാലത്തിന് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലും. ഇവിടെയാണ് നമുക്ക് എല്ലാ വീട്ടിൽ ഇതേപോലെ മക്കളിൽ. ഇവിടെ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് തീർച്ചയായിട്ടും പോകുന്നത് ഈ കാര്യം മാത്രം ഓർക്കുക. നമ്മുടെ മകൻ, നമ്മുടെ സഹോദരൻ, നമ്മുടെ അച്ഛൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. നമ്മുടെ മകൻ, നമ്മുടെ അച്ഛൻ, നമ്മുടെ മകൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. പ്രത്യേകിച്ച് പോക്സോ ഒക്കെ വന്ന മിനിമം 90 ദിവസം കിടക്കും. ഈ കേസിൽ തന്നെ എല്ലാ ബഹുമാനത്തോടെ പറയട്ടെ, ഈ പെൺകുട്ടി കുറച്ചുകൂടെ ചെറുതായിട്ട് മാറ്റിയാണ് ആ പരാതി കൊടുത്തിരുന്നെങ്കിൽ, അതായത് ശാരീരികമായി ഉപദ്രവിച്ചു എന്നോ മൊളസ്റ്റ് ചെയ്തു എന്നോ കയറി പിടിച്ചു എന്നോ വല്ലതാണ് പരാതി കൊടുത്തിരുന്നെങ്കിൽ ഇവർ 90 ദിവസത്തോളം ജയിലിൽ കിടക്കുവാൻ. പ്രത്യേകിച്ച് അതിലെ പ്രായപൂർത്തി ആൾക്കാർ ജയിലിൽ കിടക്കുവാൻ. നമ്മുടെ മക്കളെ എന്തിനാണ് അങ്ങനെ റിസ്ക് ഉള്ള ഒരു കേരളത്തിൽ ജനിക്കാൻ വിടുന്നത്? കേരളത്തിൽ ആണായിട്ട് ജനിക്കുന്നത് ശാപമായി മാറുന്ന ഒരു അവസ്ഥ നമ്മൾ ഉണ്ടാക്കുന്നത് എന്തിനാണ്? ഈ പരാതിനെ നിങ്ങൾ ആലോചിച്ചാൽ മതി. ഇപ്പം വൈദ്യ പരിശോധനയിലൂടെയാണല്ലോ പോലീസ് തെളിയിച്ചത്. ഈ പെൺകുട്ടി കുറച്ച് പരാതി മാറ്റി. ഇപ്പൊ 13 വയസ്സേ ഉള്ളൂ. കുറച്ചുകൂടെ പ്രായമാകുമ്പോൾ കുറച്ചുകൂടെ ബുദ്ധിയും ചാറ്റ് GPT-യോടൊക്കെ ചോദിച്ച് ഈ പരാതി ചെറുതായിട്ട് മാറ്റി എന്നെ കയറി പിടിച്ചു, മൊളസ്റ്റ് ചെയ്തു, ശരീരത്തിൽ അവിടെ ഇവിടെയും തൊട്ട് ഉപദ്രവിച്ചു. ഇതാണ് സ്ഥിരം പരാതികൾ വരുന്നത്. ഇങ്ങനെയാണ് ആൾക്കാരെ കൊടുക്കുന്നത്. കാര്യം അപ്പം വൈദ്യ പരിശോധനയെ തെളിയിക്കാൻ കഴിയില്ല. അങ്ങനെ ആയിരുന്നു ഈ കുട്ടി പരാതി കൊടുത്തിരുന്നെങ്കിൽ നേരെ തിരിച്ച് പോലീസിന് തെളിയിക്കാൻ പറ്റില്ല. പ്രായപൂർത്തിയായ ഒരു 90 ദിവസം ജയിലിൽ കിടക്കും. ഈ പയ്യന്മാർക്ക് സ്കൂളിൽ പഠിക്കുന്നവർക്ക് അറസ്റ്റ് ഉണ്ടാവും. ഒരുപക്ഷെ അവരെ സ്കൂളിൽ നിന്ന് പുറത്താക്കും. അവരുടെ ജീവിതം പോയി. നിങ്ങൾ അവിടെയാണ് മനസ്സിലാക്കുക, അവരുടെ ജീവിതം പോയി. ഞാൻ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ ഡിഫെൻഡ് ചെയ്തതിന് 16 ദിവസത്തോളം ജയിലിൽ കിടന്ന, ജയിലുകളിൽ നല്ലൊരു ശതമാനം വ്യാജ ബോക്സുകൾ കിടക്കുന്നവരാണ്. അതായത് കടം മേടിച്ചിട്ട് തിരിച്ചു കൊടുത്തില്ല. പലതവണ വീട്ടിൽ ഒന്ന് ബഹളം വെച്ചു. നീ ബഹളം വെക്കുമല്ലേ എന്റെ വീട്ടിൽ, എനിക്ക് മോളുണ്ട്, മോളെ കൊണ്ട് വ്യാജ ബോക്സ് കൊടുപ്പിക്കുക. സ്വത്ത് തർക്കം, അതിർത്തി തർക്കം. ഈ ഫേമസ് ആയ കേസായിട്ടാണ്. ചില കേസുകളിൽ പറയാൻ ലിമിറ്റേഷൻ ഉണ്ട്. സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയോണ്ട് പറയാം. കുട്ടിക്കൽ ജയേന്ദ്രന്റെ കേസ് അവരുടെ കുടുംബ പ്രശ്നമാണ്. 4 വയസ്സുകാരിയെ കുട്ടിക്കൽ ജയേന്ദ്രനെ പോലെ വളരെ മുതിർന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു നടൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു. അവസാനം സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല പരാമർശങ്ങളോട് ജാമ്യം കിട്ടി. നമ്മൾ എല്ലാവരും റിസ്കിലല്ലേ? കുട്ടിക്കൽ ജയേന്ദ്രന്റെ ഒരുപക്ഷെ കേസ് എല്ലാവരും ശ്രദ്ധിച്ചു കാണും. സുപ്രീം കോടതിയിൽ വളരെ ഫൈറ്റ് ചെയ്തിട്ടാണ് അദ്ദേഹത്തിന് അനുകൂലമായ കാര്യം കിട്ടിയത്. കാര്യം കോടതി പ്രഥമ ദൃഷ്ടിയാ പറഞ്ഞു നിലനിൽക്കാത്ത കേസാണ്. ഇത് പെട്ടുപോയാലേ നിങ്ങൾ തിരിച്ചാലോചിച്ച് നോക്കുക. നമ്മുടെ ഒരു സഹോദരനാണ്, നമ്മുടെ ഒരു മകനാണ്, നമ്മുടെ ഒരു സുഹൃത്താണ്. വിട്ടുപോയാൽ ജീവിതം പോവാൻ, ജോലി പോവാൻ, ശമ്പളം പോവാൻ, വരുമാനം പോവാൻ, സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുകയാണ്. അങ്ങനെ ഒരുപാട് പേരുടെ റീഹാബിലിറ്റേഷൻ നമ്മൾ നോക്കുന്നുണ്ട്. അങ്ങനെയാണ് മെൻ കി ബാത്ത് ആപ്പൊക്കെ, ഈ ആപ്പിലൂടെയൊക്കെ അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള സപ്പോർട്ട് മറ്റും കൊടുക്കുക. അതുകൊണ്ട് ഇതിൽ ഏറ്റവും ചെയ്യാൻ കഴിയുന്ന കോടതികൾക്കാണ്, 2 മീഡിയക്കാർക്കാണ്. ഒന്ന്, ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിക്കെതിരെ നിവേദനം കൊടുത്തിട്ടുണ്ട്. അതിൽ ആരോപിതൻ എന്ന് വിളിക്കണം. അതാണ് ഏറ്റവും പ്രധാനം. ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്യരുത് എന്നുള്ളതാണ്. ആരോപിതൻ എന്ന് പറയണം. 2, ഈ കേസുകൾ വരുമ്പോൾ ഒരു കോൺഫിഡൻഷ്യൽ പ്രിലിമിനറി എൻക്വയറി നടത്തണം. കാര്യം പോലീസുകാർക്ക് പെട്ടെന്ന് ഈ കേസ് നോക്കുമ്പോൾ ശരിയാണോ തെറ്റാണോ എന്നറിയും. അവര് പലപ്പോഴും ഈ കോൺഫിഡൻഷ്യൽ പ്രിലിമിനറി എൻക്വയറി നടത്താത്തതിന്റെ കാരണം ഞങ്ങൾ ആക്ഷൻ എടുത്തില്ല എന്നൊരു തോന്നൽ ഉണ്ടാക്കാനാണ്. ഈ 13 വയസ്സുകാരിയുടെ കേസ് ഒരു എന്താ പറയണേ, ഞെട്ടിക്കുന്ന എക്സെപ്ഷനാണ്. നമ്മളെല്ലാരും ഞെട്ടി. 13 വയസ്സുള്ള ഒരു കുട്ടിയെ 10 പേര് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ. പക്ഷെ നാളെ അത് നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാർക്ക് ഒരു പണിയായി വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇഷ്യൂ ആകുന്നത്. അതാണ് നിങ്ങൾക്ക് മുമ്പിൽ വെക്കുന്നത്. അതുകൊണ്ട് നിർബന്ധമായി ഈ പോലീസ് ഞങ്ങളത് ഫോളോ അപ്പ് ചെയ്യും. ഞങ്ങൾ അമ്മയോടും പറഞ്ഞു, ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്തോളാം. മനുഷ്യാവകാശ കമ്മീഷനടക്കം ഈ പിള്ളേർക്ക് കോമ്പൻസേഷൻ മേടിച്ചു കൊടുക്കണം. പോലീസുകാർക്കെതിരെ നടപടിയെടുക്കണം. മെൻസ് കമ്മീഷൻ പോലെ സംവിധാനങ്ങൾ വരണം. കാര്യം കുറച്ചു പേര് ചേർന്ന് എല്ലാ ഈ കേസുകൾ ഏറ്റെടുക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ദയവായി മാധ്യമങ്ങൾ ആ വിഷയം ഏറ്റെടുക്കണമെന്നും ഹൈലൈറ്റ് ചെയ്യണമെന്നുമാണ് അഭ്യർത്ഥിക്കുന്നത്.